മുതലാളി വരികയില്ല എന്നുള്ള കാര്യം എനിക്ക് അച്ചട്ടല്ലയോ. പിന്നെ മോനെ ഞാൻ ഇളക്കി നോക്കിയതാ. പക്ഷേ പോരാ കേട്ടോ, ഇളകുമല്ല പറഞ്ഞിങ്ങ് പോരുകയും ചെയ്തു. എന്തോന്ന് ഷെറീഫ് ഇത്, അറക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ടായ ഒരു ചങ്കറപ്പക്കാൻ. സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചോണ്ട് ജനിച്ച മക്കളല്ലേ, ഇളം വെയിൽ കൊണ്ടാ മതി വാടിപ്പോവാൻ. വരീൻ, അകത്തിരിക്കാം. കുടിക്കാൻ എന്താ? എന്തും. ഒന്ന് കളയണ്ട സബ് ഇൻസ്പെക്ടറെ. ആ നരുന്ത് പോലത്തെ പെണ്ണ് വിചാരിച്ച എന്ത് നടക്കുന്ന? ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ എവിടാന്ന് വെച്ചാ പോട്ടെ, നമുക്ക് നോക്കാന്നേ. ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ല എന്ന്. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും അല്ല, അതിനേക്കാൾ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളും ഒക്കെ. അവരുടെ എങ്ങാനും കയ്യിൽ ഇത് കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല്ല, ചെവിതല കേട്ടാ മതിയെന്നാവും മുതലാളിക്ക്. അവരാണ് ഇപ്പോഴും ഐസ്ക്രീമും കോപ്പും ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിന് വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക. അങ്ങനെ ഒരു പരാതിയും കൊണ്ട് പോണെങ്കിൽ തന്നെ അതിനെന്തേലും തെളിവോ കാര്യങ്ങളോ വേണ്ടേ? തെളിവില്ലെന്ന് ആരാ പറഞ്ഞത്? നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കൊച്ചിന്റെ കയ്യിലുണ്ട്. എന്നതാന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് ഉറപ്പാ. പിന്നെ ഈ പറയുന്ന സംഘടനക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട. നാറ്റിച്ച് കളയും എല്ലാം കൂടെ. ഞാൻ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം? ഇൻസ്പെക്ടർ സാർ തന്നെ പറ. ഒന്നുകിൽ അനുനയിപ്പിച്ച്, അല്ലെങ്കിൽ ഭീഷണി കൊണ്ട്. ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം. അനുനയിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, മറ്റേ പണിയെ നടക്കുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ രംഗം വിട്ടിട്ട് മതി. കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം. ഏത് വഴിന്നൊന്നും നിങ്ങൾ അറിയണ്ട. പക്ഷേ ബാപ്പൂട്ടി മുതലാളിയുടെ സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതെന്തായാലും ഉണ്ടാക്കിയത് ചില്ലറ എമൗണ്ട് അല്ലല്ലോ. അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും. അതെത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി. ഞാൻ സ്റ്റേഷനിലുണ്ടാവും. ഒരു തുക ഞാൻ കൊടുത്തയക്കും. ഇൻസ്പെക്ടർ എന്നോട് കണക്കൊന്നും പറയരുത്. കണക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ പണം എപ്പോഴും പണം തന്നെ. അവിടെ സെന്റിമെന്റ്സ് ഇല്ല, സ്നേഹവും ബന്ധവും ഒന്നുമില്ല. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അല്ലയോ ഈ നിൽക്കുന്നത്. വരട്ടെ. കാശ് കൊടുക്കണോപ്പാ? ഇവൻ വേണം. കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട്. തൽക്കാലം നമുക്കവനെ വിശ്വസിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. വാട്ട് എ ഫാന്റാസ്റ്റിക് ജോബ്. എനിക്ക് ഇയാളോട് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. ഈ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഈ ജന്മത്തിൽ പോലീസുകാരാവുന്നത്. തിരിച്ചൊരുപാട് സുഹൃത്തം ചെയ്തവരൊക്കെ സ്കൂൾ ടീച്ചേഴ്സ്. എന്റെ ഒരു തിയറിയാണ് കേട്ടോ, കാര്യമാക്കണ്ട. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കാര്യം എന്താന്ന് പറഞ്ഞാ വെറുതെ ഇതുവഴി പോയപ്പോഴാ ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ എന്ന്. അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം ആവരുതല്ലോ എന്ന് വിചാരിച്ചു. കാക്കി അഴിച്ചു വെച്ചാൽ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ. പ്ലീസ്, ഇതൊരു സ്കൂളാണ്. സോറി, വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. താൻ പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന. പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല. കാരണം എല്ലാരും പറയുന്നത് തന്നെ, ദേ ആർ വെരി ഡേഞ്ചറസ്. പിന്നെ കാശിന് കാശുണ്ട്, എല്ലായിടത്തും നല്ല പിടിപാടുമുണ്ട്. എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാനങ്ങ് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ ആ വീട്ടിൽ താമസമുണ്ട്, അവന്മാർക്കൊരു പേടി കാണും. ഇനി ഒരു രാത്രി ഞാൻ അവിടെ ഇല്ലെങ്കിലും പ്രായം തികഞ്ഞൊരു പെണ്ണും വയസ്സായ ഒരു ഉമ്മയും തനിച്ച് ആർക്ക് എന്നതാ ചെയ്യാൻ പാടില്ലാത്ത? അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക്
കിട്ടുന്ന ചില്ലറയും വാങ്ങിയ പരാതി പിൻവലിക്കുവാണെ ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും മനസമാധാനമായിട്ട് ജീവിക്കാം എന്നാ പറയുന്നത്. ഈ കോംപ്രമൈസിന് സാറിന് എന്ത് കിട്ടും? ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ സർക്കാരിന് ശമ്പളം കിട്ടും, വേറെ എന്നാ കിട്ടാനാ? കിട്ടിക്കാണുമല്ലോ. നട്ടലുള്ള ഒരു പോലീസ് ഓഫീസറെങ്കിലും ഉണ്ടല്ലോന്നാ ആ പരാതിയും കൊണ്ട് സ്റ്റേഷനിൽ വന്നപ്പോ എനിക്ക് തോന്നിയത്. ആ നട്ടല്ലേ അറയ്ക്കൽ അബൂബക്കറിന്റെ വീട്ടിൽ പണയം വെച്ചിട്ട് രാത്രി അയാളുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ. ആ കിട്ടിയ ചില്ലറ സാർ അവിടെ സൂക്ഷിച്ചു വെച്ചാ മതി, എനിക്ക് വേണ്ട. നീ സംസാരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ സോളമനോടാണ്, അത് മറക്കണ്ട. സബ് ഇൻസ്പെക്ടർ എന്നത് നിയമത്തിന്റെ അവസാന വാക്കല്ലല്ലോ സാർ. അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ കാക്കി ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ. അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട്. അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല. അത് മനസ്സിലാക്കാനുള്ള വലുപ്പം നിങ്ങളുടെ മനസ്സിനുമില്ല. പിന്നെ ഞാൻ എഴുതി തന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നുമില്ലെന്നറിയാം. സാർ തന്നെ അത് കയറി ചവറ്റുകുട്ടിയിലിട്ടേക്ക്. അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നില്ല. സബ് ഇൻസ്പെക്ടർ സോളമൻ ഇത്തിരി പോന്നൊരു പുഴു. എവിടെ പോയടോ സോളമ തന്റെ അഹംഭാവം? അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു മറുപടി പോലും പറയാൻ പറ്റാതെ. സാർ എന്തൊക്കെയോ ഉണ്ടാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ പറ, ഒരു രാത്രി മതി എല്ലാം കൂടി ചുരുട്ടിക്കൂട്ടാൻ. ഒരു പരാതിയും കൊണ്ട് ഒരാളും വരില്ല എവിടെയും. മോനെ ഷെറീഫേ, നീ നിയമം കയ്യിലെടുക്കല്ലേ. അതിനോട് ഞങ്ങളുണ്ട് പോലീസുകാര്. ഒഴിയടാ. അവൾ എന്നോട് കാണിച്ചേക്കെ താൻ കള. പക്ഷെ നിങ്ങളോട് വാങ്ങിയ പണത്തിന്റെ നീതി എനിക്ക് നിങ്ങളോട് കാണിക്കണം. സർക്കാർ തരുന്ന ശമ്പളത്തിന് സർക്കാരിനോടും. അതുകൊണ്ടെല്ലാം നിയമപ്രകാരമേ നടക്കാവൂ. അതേ നടക്കൂ. നിന്റെ പേരെന്താ? സൈദുന്ന. ഈ സൈദിന് നാളെ എനിക്കൊന്ന് കിട്ടണം. വിഷമിക്കാണ്ടിരിക്കും മോളെ. ദിവസം 5 നേരം പഠിച്ചോന്റെ മുമ്പിൽ മുട്ടുത്തിക്കൊണ്ടൊന്നും കാര്യമില്ല. ചെയ്ത തെറ്റിന് എന്നെ അനുഭവിക്കേണ്ടി വരും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്. ആട്ടെ, നമ്മക്കിപ്പ എങ്ങനെയുണ്ട്? വയ്യ. ശരീരത്തിനല്ല, മനസ്സിനാ കൂടുതൽ. എന്നെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമോന്നുള്ള പേടി ഉമ്മയ്ക്ക്. വയസ്സായ ഉമ്മയും കൊണ്ട് എവിടെ പോകുന്നുള്ള ആദ്യം എനിക്ക്. നദിയാനൊന്ന് കൂട്ടിച്ചെല്ലാൻ പറഞ്ഞതാ അബൂബക്കർ മുതലാളി. ഇതെന്താ ഇപ്പൊ ഒരു കൂട്ടിച്ചെല്ലല്? ബാങ്കിൽ എന്തോ പൈസ കൊടുക്കുന്ന കാര്യത്തിനാ. അത്യാവശ്യം എന്നാ പറഞ്ഞേ. ഓർക്ക് എന്താ ഇപ്പൊ അങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ? ലേറ്റ് ആക്കരുന്ന് പ്രത്യേകം പറഞ്ഞതാ. ബാങ്ക് അടയ്ക്കുമ്പോ അവിടെ എത്തേണ്ടതാ. ഇതിപ്പോ ഞാൻ എന്താ വേണ്ടത്? മോള് പോ. പഠിച്ചോൻ വിചാരിച്ചിട്ട് മൂപ്പർക്ക് ചിലപ്പോ നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടാവും. മോളും ചെന്നളാ. ഇറങ്ങി വരും. ഇവിടെയോ? ഇവിടെ എന്താ? ഇവിടെ മുതലാളി ഉള്ളേ. റോഡിൽ മുറിയിരിക്കുക. അത് വേണ്ട. ഇവിടെ കയറി സംസാരിക്കാൻ ഞാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളെ സമ്മതിച്ചിട്ടില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. അനാവശ്യം പറയരുത്. വീട്ടിലേക്ക് വിചാരിച്ചിട്ടാ ഞാനിതിൽ കയറിയത്. എനിക്കാരും കാണണ്ട. എന്നെ വീട്ടിൽ വിട്ടാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. ഇതായിപ്പോ നന്നായി. വീടായിരുന്നു ലോഡ്ജാലും നിങ്ങൾക്ക് എന്താ ആവശ്യം?